ഒടുവിൽ ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. കേരളക്കരയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക്. രാജ്യത്തെ അഭിമാന പദ്ധതികളിൽ കേരളത്തിൻ്റെ മറ്റൊരു സംഭാവനയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. സാങ്കേതികവിദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ലോകത്തിലെ പ്രധാന തുറമുഖം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും മികച്ച സാങ്കേതികവിദ്യയും എഞ്ചിനീയറിംഗും കൈമുതലാക്കിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരക്ക് ഗതാഗത മേഖലയിൽ മികവ് പുലർത്താൻ പോകുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് പുതിയൊരു യുഗം പിറവിയെടുക്കുകയാണ്. കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലിരുത്തിയ വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി ലോകാർപ്പണം ചെയ്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ നാൾവഴികളിലേക്ക് ഒന്ന് പോയി നോക്കാം. 1996 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതാ പഠനത്തിന് EK നായനാർ സർക്കാർ തുടക്കമിട്ടു. 2006 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രം സുരക്ഷാ അനുമതി നിഷേധിച്ചു. 2009 പദ്ധതി പഠനത്തിനായി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയോഗിക്കപ്പെട്ടു. 2010 ടെൻഡർ നടപടിയിലേക്ക് കടന്നെങ്കിലും കേന്ദ്രാനുമതി നിഷേധിക്കപ്പെട്ടു. 2012 ഒക്ടോബർ 23 പദ്ധതിയിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മെല്ലെപ്പോക്ക് നയത്തിനെതിരെ LDF കൺവെൻഷൻ. 2014 ജനുവരി 8 നിയമസഭയിൽ വിഴിഞ്ഞം വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. 2015 ഓഗസ്റ്റിൽ അദാനി ഗ്രൂപ്പുമായി നിർമ്മാണ കരാർ ഒപ്പുവെച്ചു. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ തറക്കല്ല് മാത്രമായി നിന്ന പദ്ധതിക്ക് പുനർജന്മം. 2024 ജൂലൈ 11 ആദ്യ ചരക്കു കപ്പലെത്തി. 2024 ജൂലൈ 12 ട്രയൽ റൺ ആരംഭിച്ചു. 2024 ഡിസംബർ 3 വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1996 നായനാർ സർക്കാരിൻ്റെ കാലത്ത് രൂപപ്പെട്ട ഒരു ആശയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ തെളിയുന്നത് LDFൻ്റെ ഉറച്ച നിലപാട് തന്നെയാണ്. LDF സർക്കാരിൻ്റെ ഉറച്ച നിലപാടില്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. ശില്പികൾ ഞങ്ങളാണ് എന്ന് UDF അവകാശപ്പെടുമ്പോൾ 2010 മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇട്ട കല്ലിന് മുകളിലായിരുന്നു 2015 ഉമ്മൻചാണ്ടി കല്ലിട്ടത് എന്നതാണ് LDF ഓർമ്മിപ്പിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കമ്മീഷനിങ് ചെയ്യുമ്പോൾ പദ്ധതി ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന അവകാശവാദമാണ് UDF ഉന്നയിക്കുന്നത്. എന്നാൽ 1996 നായനാർ സർക്കാരിൻ്റെ കാലത്ത് രൂപപ്പെട്ട ഒരാശയമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന് LDF വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 2010 ഓഗസ്റ്റിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ഉദ്ഘാടന ചിത്രം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രതിപക്ഷത്തിന് തിരിച്ചടിയാവുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദാനിയുമായി ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകളെയാണ് ഇടതുപക്ഷം എതിർത്തതെന്നും അല്ലാതെ പദ്ധതിയെ ഒരു ഘട്ടത്തിലും എതിർത്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പദ്ധതിക്ക് പുതുജീവൻ വെച്ചു. എന്നാൽ ആ പ്രവർത്തനങ്ങളെപ്പോലും തുരങ്കം വയ്ക്കാൻ കലാപാഹ്വാനം നടത്തിയവരാണ് UDFും BJPയും എന്നും അദ്ദേഹം വിമർശിച്ചു. ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പാടില്ല എന്ന സമീപനമുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. വിഴിഞ്ഞം പദ്ധതിയിലേക്ക് ചില്ലികാശി തരാതെയുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ ചെലവ് 8866.80 കോടി രൂപയാണ്. ഇതിൽ 5595 കോടി രൂപയും സംസ്ഥാന സർക്കാരിൻ്റേതാണ്. അതായത് ഏകദേശം മൊത്തം ചെലവിൻ്റെ 63%. തുറമുഖത്തിൻ്റെ നിർമ്മാണവും നടത്തിപ്പും ഏറ്റെടുത്തിട്ടുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വിഹിതം 2454 കോടി രൂപയാണ്. അതായത് 28% മാത്രം. കേന്ദ്രത്തിൽ നിന്ന് 817.80 കോടിയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലഭിച്ചത്. എന്നാൽ ഇത് ഗ്രാൻഡായി അല്ല, പകരം വായ്പയാണ് നൽകുക. കേരളം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഗ്രാൻഡായി നൽകാൻ കേന്ദ്രം തയ്യാറായില്ല. തുടർന്ന് ത്രികക്ഷി കരാർ വെച്ച് വായ്പ സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതുപ്രകാരം തിരിച്ചടവ് ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപ വരെ വരും. തുറമുഖത്തു നിന്ന് 2034 വരുമാനം ലഭിച്ചു തുടങ്ങുമ്പോൾ മുതൽ തിരിച്ചടവ് തുടങ്ങണം. കേരളത്തിന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 20% നൽകണമെന്നാണ് വ്യവസ്ഥ. 2028 ആകുമ്പോഴേക്ക് റെയിൽവേ കണക്ടിവിറ്റി സംസ്ഥാനം ഉറപ്പാക്കണം. അതിനായി 1482.92 കോടി കൂടി ചെലവഴിക്കണം. തുറമുഖം വന്നപ്പോൾ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കായി 110 കോടിയിലേറെ രൂപയാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത്. ഇതെല്ലാം തുറമുഖ ചെലവിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അതായത് അദാനി ഗ്രൂപ്പിൻ്റെ വിഹിതം 2454 കോടി രൂപ, അതായത് 28%. കേരള സർക്കാരിൻ്റെ വിഹിതം 5595 കോടി, അതായത് 63%. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വട്ടപൂജ്യവുമാണ്. കേന്ദ്ര സർക്കാരിന് ഒരു പങ്കുമില്ലാത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നു തന്നെ പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൽ പൂർത്തിയാകുന്ന ഈ തുറമുഖ പദ്ധതി പൂർണ്ണമായും കേരളത്തിൻ്റെ സ്വന്തം പദ്ധതി തന്നെയാണ്.
ഇതിനിടെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യമേ എത്തി സ്ഥാനം പിടിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രോളുകൾക്കും വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പ്രതികരണവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എത്തിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രതികരണങ്ങളൊന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റേത്. രാജീവ് കാണിച്ചത് അല്പത്തരമാണ് എന്നായിരുന്നു റിയാസ് പ്രതികരിച്ചത്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ നേരത്തെ എത്തിയിരുന്നത് ട്രോൾ ഗ്രൂപ്പുകൾക്ക് ചാകരയായി മാറിയിരിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ നേതാക്കളും ട്രോളുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതോടെ അടുത്ത ഘട്ട വികസനത്തിനും തുടക്കമാകും. ഇനി 3 ഘട്ടങ്ങളായി പൂർത്തിയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വികസനം ഒറ്റഘട്ടമായി 10,000 കോടി ചെലവിൽ 2028 ഡിസംബറിനകം അദാനി പൂർത്തിയാക്കും. കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചരക്കു കപ്പലുകളുടെ ഇഷ്ടകേന്ദ്രമായി വിഴിഞ്ഞം മാറിയതാണ് കാരണം. തുറമുഖ ശേഷി 45 ലക്ഷം കണ്ടെയ്നറുകളായി ഉയരും. ഇപ്പോൾ തന്നെ 6 കപ്പലുകളാണ് പുറംകടലിൽ കാത്തുകിടക്കുന്നത്. 600-620 മീറ്റർ നീളത്തിൽ 2 മൾട്ടിപർപ്പസ് ബർത്തുകൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ കപ്പലുകൾ അടുപ്പിക്കാം. കാത്തിരിപ്പ് സമയം കുറയുന്നത് കൂടുതൽ കപ്പലുകളെ ആകർഷിക്കും. കണ്ടെയ്നറുകളിൽ അല്ലാതെ എത്തിക്കുന്ന കാർഗോയും ഇറക്കാം. 250 മീറ്ററിലെ ലിക്വിഡ് കാർഗോ ബർത്തിൽ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് സൗകര്യങ്ങളും ഉണ്ടാകും. സർക്കാരിൻ്റെ നികുതി വരുമാനം കൂട്ടുന്നതാണിത്. മൾട്ടിപർപ്പസ് ബർത്തുകളിൽ അരി, കൽക്കരി, യന്ത്രഭാഗങ്ങളടക്കം എന്തും ഇറക്കാം. ആഴക്കടൽ നങ്കൂരമിട്ട് പൈപ്പ് ലൈൻ വഴിയാണ് ഇന്ധനം തുറമുഖത്തെ ടാങ്ക് ഫാമുകളിൽ നിറയ്ക്കുക. തുറമുഖ ശേഷി 45 ലക്ഷമാവുന്നതോടെ രാജ്യത്തിൻ്റെ ചരക്കു ഗതാഗതത്തിൻ്റെ കവാടമായി വിഴിഞ്ഞം മാറും. ഇതിനായി കയറ്റുമതി, ഇറക്കുമതി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ചൈനയിൽ നിന്നടക്കം അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് ഉൽപ്പാദനത്തിനും അസംബ്ലിങ്ങിനും അതിലൂടെ കയറ്റുമതിക്കുമാവും. ഉൽപ്പാദനശാലകളും ചെറുകിട വ്യവസായ യൂണിറ്റുകളും വരുന്നതോടെ തൊഴിലും കൂടും. കപ്പലുകളിൽ കുടിവെള്ളവും ഭക്ഷ്യവസ്തുക്കളും നൽകുന്നത് പോലും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. വെയർഹൗസ് കോംപ്ലക്സുകൾ, കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ, കോൾഡ് കൂൾ ചെയിനുകൾ, കണ്ടെയ്നർ റിപ്പയറിംഗ് യാർഡുകൾ, കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, ഇന്ധനം നിറയ്ക്കാൻ ബങ്കറിംഗ്, ലോജിസ്റ്റിക്സ് എന്നിങ്ങനെ വിവിധതരം ബിസിനസ്സുകൾ വരും. 2034 മുതൽ തുറമുഖ വരുമാനം സംസ്ഥാന സർക്കാരിന് കിട്ടിത്തുടങ്ങും. KFL ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.